ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു മീൻ കറിയാണ്. തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറിയാണ്. അയിലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തൃശ്ശൂർക്കാർ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. പലതരത്തിലുണ്ടാക്കാം, പക്ഷേ ഞങ്ങൾ തൃശ്ശൂർക്കാർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഞാൻ പച്ചമുളക് കീറിയിട്ട് ഒരു 4-5 പച്ചമുളകുണ്ട്, അത് കീറിയിട്ട് അതിലേക്ക് ഇട്ടു. ഇഞ്ചി, കുറച്ച് ഇഞ്ചി ഉണ്ട്, ഇത്രയ്ക്ക് ഇഞ്ചി, ഒരു തുണ്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചു, അത് അതിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ വെളുത്തുള്ളി, അതൊരു 5-6 വെളുത്തുള്ളി അതും അരിഞ്ഞിട്ടു. പിന്നെ കുടപ്പുളി, 4 കുടപ്പുളി ഞാനത് ചീഞ്ചിയിട്ടതാണ് വെള്ളത്തിൽ. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഒഴിക്കണം. ഒരു തക്കാളിയും കൂടി ഞാൻ ഇടണം, അതിവിടെ അരിഞ്ഞ് വെച്ചിട്ടില്ല. ഞാൻ അരിഞ്ഞ് പിന്നീട് ഇടും ഞാൻ തക്കാളി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടണത് ഉപ്പാണ്, ഉപ്പിടും. ഇപ്പോൾ വേപ്പിലയും ഇട്ടു, ഉപ്പ് ഇട്ടു. ഇനി ഞാൻ ഇടാൻ പോണത് മഞ്ഞപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ മുളക് പൊടി, ചുവന്ന മുളകിൻ്റെ പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ ഇടുന്നത് എനിക്ക് ഇത്രയ്ക്ക് മതി, 2-3 പീസ് മതി. പിന്നെ ഞാൻ ഇത്തിരി കുരുമുളകും ചതച്ചിടും, തക്കാളിയും ഇടും. അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, അത് ഞാൻ ഇടാൻ പോവാണ്. പിന്നെ ഈ മല്ലി ഞാൻ മുളകിനെല്ലാം കുറച്ചാണ് ഇടാറ്. പിന്നെ എരിവിനായിട്ട് ഞാനിപ്പോൾ ഇത്ര മുളക് 2 സ്പൂണ് മുളക് ഇട്ടിട്ടുണ്ടെങ്കിലും മല്ലി ഇട്ടിട്ടുണ്ട്. മല്ലി 2 സ്പൂൺ ഇട്ടു. അത്രയ്ക്ക് തന്നെ മുളക് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ മുളക് കുറവാവും, എരിവിന് കുറവാവും. അപ്പോൾ ഞാൻ ഇത്തിരി പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇത്തിരി കുരുമുളകും കൂടി ഞാനിത് കൂടെ ചതച്ചിടാൻ പോവുകയാണ്. പിന്നെ തക്കാളി ഇടും, അത് പിന്നീട് ഞാൻ ഇടും. ഇപ്പോൾ എല്ലാതും ഇട്ട് കഴിഞ്ഞു. ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. 1 ഗ്ലാസ്സായി, ചെറിയ ഗ്ലാസ്സാണ്. അതും കൂടി ഒഴിച്ചു. ഇനി എൻ്റെ കയ്യിലെടുത്ത് ഞാനത് തിളപ്പിക്കണം. ഇത് കൂടെ നാളികേരം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർക്കാരായി ഞങ്ങൾ നാളികേരം മുമ്പ് തന്നെ ഇടും കേട്ടോ. അത് പിന്നെയല്ല, മുമ്പ് തന്നെ ഇടും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മുഴുവനായി, ഇതുവരെ ഇല്ലാതെ ഒഴിച്ചു. ഇനി ഒന്നും ഒഴിക്കാനില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായി. ഞങ്ങൾ നാളികേരം മുമ്പ് തന്നെ ഇടും. മറ്റുള്ളവരെ പോലെയല്ല ഞങ്ങൾ തൃശ്ശൂർക്കാർ. ഞങ്ങളങ്ങനെ എല്ലാതും ഒന്നിച്ച് മിക്സ് ചെയ്ത് പിന്നെ തീ കത്തിക്കും. പിന്നെ ഇത് ഇത്തിരി തിളച്ച് വരുമ്പോൾ ഞങ്ങൾ മീൻ കഷ്ണം അതിലേക്ക് ഇടും. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ തിളപ്പിക്കണം. കത്തിച്ച് ഓട്ടോമാറ്റിക്കാണ് അത്. കാരണം തണുപ്പായ കാരണം കൊണ്ടേ, മഴ പെയ്യുമ്പോൾ തണുപ്പൊക്കെ ആയ കാരണം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ
ഓട്ടോമാറ്റിക് കത്തില്ല ചില നേരത്ത്. അപ്പോൾ പിന്നെ ഞാൻ അത് ഉപയോഗിക്കും, ലൈറ്റർ. ഇനി ഇതൊന്ന് കത്തി തിളയ്ക്കണം. തിള വരുമ്പോൾ ഞാൻ മീൻ ഇട്ട് കൊടുക്കും. തിളച്ചില്ലെങ്കിലും അതിന് മുമ്പ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കാനായിട്ട് ഞാൻ മൂടി വെക്കണമെന്നൊന്നുമില്ല, അങ്ങോട്ട് തിളയ്ക്കട്ടെ. മൂപ്പിച്ചിട്ട് അത് മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് പിന്നെ ഉള്ള സാധനങ്ങൾ ഓരോന്നും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചുവന്നുള്ളി ഇതൊക്കെ മൂപ്പിച്ചിട്ട് പിന്നെ മുളക്, മല്ലി, മഞ്ഞൾ അതെല്ലാം മൂപ്പിക്കും. എന്നിട്ട് പിന്നെ നാളികേരവും കൂടി അരച്ചൊഴിച്ച് പിന്നെ തിളപ്പിക്കും. അങ്ങനെയും ചെയ്യും കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും, ഇതിനൊന്നൊരു കുഴപ്പമില്ല. ഇനി ഇത് തിളയ്ക്കാൻ കുറച്ച് സമയമെടുക്കും. തിളക്കട്ടെ. തിളച്ചില്ലെങ്കിലും മീനിടും ഞങ്ങൾ. തിളയ്ക്കണമെന്നൊന്നുമില്ല, തിളയ്ക്കാണ്ട് തന്നെ മീനിടും. അത് കഴിഞ്ഞിട്ട് ഇതൊരു 10-15 മിനിറ്റ് 20 മിനിറ്റ് നേരം കത്തണം. ഒരു 15 മിനിറ്റ് നേരം എന്തായാലും കുറയാണ്ട് വേണം. അത്രയ്ക്ക് കത്തുമ്പോൾ ഇത് ഏകദേശം ആവും, കുറുകി വരും ചാറ്. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും മീനൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല, മീനും വെന്തുണ്ടാവും. പിന്നെ ഉള്ളി അരിഞ്ഞ് വയ്ക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് ഇത്തിരി വേപ്പില ഇട്ട് അതിലേക്ക് ഒഴിക്കും. ഇതാണ് ഞങ്ങളുടെ മീൻ കറി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. ഇനി ഇത് തിളയ്ക്കട്ടെ. തിളച്ചില്ലെങ്കിലും മീനൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ മീനിട്ട് കൊടുക്കട്ടെ. ഞങ്ങളിപ്പോൾ തിളയ്ക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാർ തിളയ്ക്കാനൊന്നും നിൽക്കില്ല, ആദ്യമേ ഇട്ട് കൊടുക്കും. ചിലവർ അങ്ങനെ ചെയ്യും, തിളയ്ക്കട്ടെ എന്നിട്ട് ഇടാമെന്ന് പറയും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും നോക്കില്ല. ഞാൻ അല്ലാതെ ഒരുമിച്ച് ഇടുമ്പോൾ അതോടുകൂടി ഞാൻ മീനും ഇടും. തിളയ്ക്കണമെന്നൊന്നുമില്ല, അതാണ് എൻ്റെ സ്റ്റൈല്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കണ പോലെ എല്ലാവരും ട്രൈ ചെയ്യണം. അതിനുള്ള മറ്റുള്ള കറികളൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം. എനിക്ക് വേണ്ടി സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ലൈക്കും ചെയ്യണം. എല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നതിന് കാണുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ഇനി ഇത് തിളയ്ക്കട്ടെ. ഒരു 15-20 മിനിറ്റ് എടുക്കും തിളയ്ക്കാനായിട്ട്. കറി ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഉള്ളി കാച്ചണം. ഇത് ഇറക്കി വയ്ക്കണം താഴത്ത്. എല്ലാം ടേസ്റ്റ് പാകമായി, കറി കുറുകി വന്നു. ഇനി ഞാൻ വെളിച്ചെണ്ണ വയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ കറി ഉണ്ടാക്കാം. നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 20 മിനിറ്റ് വേണമെന്നില്ല. ടോട്ടൽ 20 മിനിറ്റ്. 15 മിനിറ്റ് വേണ്ടു വേവാൻ. ഞാൻ 15 മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ അത് വേവിച്ചത്. 15 മിനിറ്റ് കൊണ്ട് ശരിക്ക് പാകമായി, കുറുകി വന്നു. ഇനി ഞാനത് വെളിച്ചെണ്ണ ഒഴിക്കണം. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി 5-6 ഉള്ളി ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്.
നല്ലപോലെ മൂക്കണം. പിന്നെ ഇതിലേക്ക് ഇത്തിരി വേപ്പില ഇട്ട് കൊടുക്കാം. ഇത്തിരി രണ്ട് കുറച്ചിട്ട് കൊടുക്കാം. അപ്പം ഇത് മൂക്കട്ടെ. നല്ലപോലെ കളർ മാറി വരണം, അതുവരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണത്. ഉണ്ടാക്കാനും എത്ര എളുപ്പമാണ് നോക്കിയാൽ. ഉള്ളി വഴറ്റുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും വഴറ്റി നിൽക്കേണ്ടതായിരുന്നു. എല്ലാം ഒന്നിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ വഴറ്റി നിൽക്കുമ്പോൾ ഒരുപാട് നേരം നമ്മുടെ പോവില്ലേ. അപ്പോൾ നമ്മൾ മീൻ ക്ലീൻ കർക്കര വെക്കണം ആ സമയം. അത് മാത്രമേ ഉള്ളൂ പണി. അത് കൂട്ടാണ്ടിരുന്നാൽ പിന്നെ ഒരു 15 മിനിറ്റ് ഉണ്ടോ. 15 മിനിറ്റ് കൊണ്ട് കറി റെഡിയായി. പിന്നെ ഉള്ളി കാച്ചുക. അതിപ്പോൾ ഞാൻ ഉള്ളി കാച്ചി കൊണ്ടിരിക്കണം. ഉള്ളി കാച്ചാന്ന് പറയും ഞങ്ങൾ തൃശ്ശൂർക്കാർ. ഉള്ളി കാച്ചാന്ന് പറഞ്ഞാൽ ഉള്ളി നല്ലപോലെ ചുവന്ന നിറം വരണം. അത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കറി റെഡിയാക്കാം. മീൻ കറി ഉണ്ടാക്കാൻ അത്ര നേരം വേണ്ട. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മീനും കൂടി നന്നാക്കി എല്ലാം കൂടി ആകുമ്പോൾ ഒരു മീൻ കറി റെഡിയാക്കാനുള്ള സമയമാണ് പറഞ്ഞത്. ഇത്തിരി കുറയ്ക്കാം. ഏകദേശം ചുവന്ന നിറാവാറായി. അത് തീ കൊടുക്കട്ടെ. ഫ്ലെയിം കൂട്ടട്ടെ. കുറച്ച് വേപ്പിലയും കൂടി ഇവിടെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ എനിക്ക് ഇടാം. ചുവന്ന നിറമൊക്കെ വന്നു. നമുക്കത് ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഒഴിക്കാം. ചുവന്ന നിറമൊക്കെ വന്നില്ലേ. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച് മുറിച്ച് കറിച്ചാറായിട്ട് അങ്ങനെ മീൻ കറി റെഡിയായി. 15 മിനിറ്റ് ഉണ്ട്. നന്നാക്കണം. സമയം കൂടി എടുക്കുമ്പോൾ ഒരു 20 മിനിറ്റ്. കറി റെഡിയായി. എല്ലാം പാകമാണ്. നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ കറി എല്ലാവരും ട്രൈ ചെയ്യണം. കണ്ട കറി കാണാൻ നല്ല ഭംഗിയില്ലേ. നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് എല്ലാവരും പറഞ്ഞ പോലെ എന്നെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക്സ്.